ഈ വർഗീയത എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ. ഈ ചിലർക്ക് വർഗീയത എന്ന് പറയുന്നത് എന്താ പറയുക, കൂടപ്പിറപ്പ് എന്ന് തന്നെ പറയണം. അവർക്ക് അത് വിട്ടിട്ടുള്ള, മതം വിട്ടിട്ടുള്ള ഒരു പരിപാടിയുമില്ല. എന്താ ഞാനിങ്ങനെ പറയാൻ കാരണം എന്നറിയോ? എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, കണ്ണൻ്റെ ഫോട്ടോ ഒക്കെ ആവശ്യപ്പെട്ട് വന്ന നമ്പർ ഇതാണ്: 9665 01 09 69 37. ഈ നമ്പറിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നത്. ഹായ് അയച്ചു, ഞാൻ തിരിച്ചയച്ചു. അപ്പോൾ ഫോട്ടോ പ്രൈസ് എന്ന് ചോദിച്ചു കേട്ടോ. ഇതാ, അപ്പം ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ് 5000 എന്ന് പറഞ്ഞു. മോഡൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞു, മോഡൽ അയച്ചു കൊടുത്തു. ഇന്നിതാ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ വായിച്ചു തരാം. ഇന്ന് യൂട്യൂബ് നോക്കിയപ്പോഴാണ് കണ്ടത് കൊണ്ട് വേണ്ട, കാരണം ഹജ്ജിന് പോകാൻ വേണ്ടി പണം സ്വരൂപിക്കുന്നതായി കണ്ടു. അതെങ്ങനെ ശരിയാവും? അപ്പം ഞാൻ തിരിച്ചയച്ചു. ഞാൻ അയച്ചും കൂടി കേൾപ്പിച്ചു തരാം. അല്ല നസീറെ, നിന്റെ വീട്ടിൽ കണ്ണനെ വെക്കല തുടങ്ങിയിട്ടുണ്ടോ? നസീറിന്റെ ഉമ്മയും വാപ്പയും സമ്മതിച്ചോ കണ്ണനെ വെക്കാന്? കാരണം ഇവരുടെയൊക്കെ വിചാരം ഈ വ്യാജ പ്രൊഫൈൽ, ഇവന്റെ പ്രൊഫൈൽ ഇതായിട്ടോ വരുന്നത്. ഇവരുടെയൊക്കെ വിചാരം ഇവരുടെയൊന്നും പേര് ഇതിലില്ല എന്നതാ. നസീർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ നമ്പറാണ്. പേര് കണ്ടോ, നസീർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ അല്ലാതെ ഞാൻ ഹായ് എന്നൊക്കെ അയച്ചാൽ ഞാൻ മറുപടി കൊടുക്കാറില്ല. അപ്പോൾ ഫോട്ടോനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ മാത്രമേ ഞാൻ മറുപടി കൊടുക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു മാന്യത എന്നുള്ള രീതിയിൽ ഫോട്ടോയുടെ പ്രൈസ് ചോദിച്ചു, സൈസ് മോഡൽ ചോദിച്ചു, നമ്മൾ അയച്ചു കൊടുത്തു ഒക്കെ ചെയ്തു. അപ്പോൾ ഇവർക്ക് നമ്മളടുത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെറും ഒരു ഇതായിട്ടാണ് ഇവർ ഫോട്ടോനെ കണക്കാക്കുന്നത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കല്ലോ എന്നുള്ള രീതിയിൽ. അല്ലാതെ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ ഒരാളെ ബ്ലോക്ക് ആക്കിയത് കാണിച്ചു തരാം. ഈ ഒരു നമ്പർ കാണുന്നുണ്ടോ? മിററായിട്ടാണ് കാണുക. 62 35 11 50 58 ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം 2 ഡോട്ട് ഇട്ടിട്ട് ഇതാക്കി ഞാൻ ബ്ലോക്ക് അങ്ങ് ചെയ്താനും. അപ്പം ദിവസേന എനിക്ക് ഇതേപോലെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇവരുടെ ആരുടെ അടുത്ത് സംസാരിക്കാത്തത് കൊണ്ട് ഇവർക്ക് സംസാരിക്കാനുള്ള ഒരു വകുപ്പായിട്ടാണ് ഈ ഫോട്ടോനെ സംബന്ധിച്ച് കാണുന്നത്. അപ്പം ഞാൻ പല പ്രാവശ്യം എനിക്ക് വരുന്ന തോന്നിവാസങ്ങളാണെങ്കിലും, എനിക്ക് വരുന്ന മെസ്സേജുകളാണെങ്കിലും, എനിക്ക് വരുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇവർ എന്തിനാണ് ഇങ്ങനെ ഇതാക്കുന്നത്? അപ്പോൾ ഇവനിപ്പോൾ എന്താ കണ്ടത്? ഇപ്പം ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട്, മാതാപിതാക്കളെ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് കണ്ണൻ്റെ ഫോട്ടോ സെയിൽ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെ തെറ്റ് കാണുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ മുമ്പോട്ട് വരൂ, നിങ്ങൾ കൊണ്ടുപോകും എൻ്റെ മാതാപിതാക്കളെ. അവർ പോരൂലാന്നോ, ഞാൻ പറഞ്ഞു വിടൂലാന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും നമുക്ക് മാന്യതയുള്ളൊരു തൊഴിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞയക്കുന്നതിന് ഒരു തെറ്റുമില്ല. അത് കൃഷ്ണ ഭഗവാൻ ആയതുകൊണ്ട് അതും ഒരു അത്രയും കോടിക്കണക്കിന് ആൾക്കാരുടെ ഒരു ദൈവമാണത്. അത് എന്ന് വെച്ചാൽ ആരെയും ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യനൊന്നുമല്ല. ഉപദ്രവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പറയാം, ഓക്കെ, അത് ഉപദ്രവിക്കുന്നൊരു സംഭവമാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത് ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിനെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. അതിലെന്താ ഇപ്പം തെറ്റുള്ളത്? അതും മറ്റൊരു ദൈവസന്നിധിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവന്മാർക്കൊക്കെ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ചാൽ മാത്രം മതി എന്നുള്ള നിലയിൽ നിൽക്കുന്ന കുറച്ച് ലവന്മാരാണ് ഈ നാസറോ നിസാറോ അങ്ങാണ്ട് പോലുള്ള ആൾക്കാർ. എന്താ പേര്? നസീർ, ഇവരെ പോലുള്ള ആൾക്കാർ. ഇവർക്കൊക്കെ മതമാണ് വലുത്, മനുഷ്യനല്ല വലുത്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എനിക്കിങ്ങനെ വന്നൊരു അനുഭവത്തെ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഇത് തുടർന്ന് ആരും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിങ്ങനെ ഞാൻ പലപ്പോഴും എനിക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വീഡിയോ ചെയ്തിടുമ്പോൾ പലരും ചോദിക്കുന്നത് എന്തിനാണ് വീഡിയോ ചെയ്തിടുന്നത്. ഇനിയും നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിടുന്നത്. കാരണം ഇത് കാണുമ്പം
അടുത്ത ആൾ നമ്മളടുത്ത് മോശമായിട്ട് പെരുമാറാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, അവളത് വീഡിയോ ചെയ്തിട്ടാൽ നാട്ടുകാർ കാണും, എൻ്റെ നമ്പർ നാട്ടുകാർ കാണും എന്നുള്ള ചിന്താഗതിയെങ്കിലും വേണം. ചിലർ ലൈവിൽ വന്ന് പ്രൊഫൈലുള്ള ആൾക്കാർ ചിലർ തോന്നിവാസം വിളിക്കാറുണ്ട്. ഞാൻ ആ പ്രൊഫൈൽ എടുത്തിട്ട് മറുപടി വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. 2 ദിവസം കഴിയുമ്പോഴേക്ക് വരും, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യോ പ്ലീസ് പ്ലീസ് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ അപ്പം തോന്നുന്ന കാര്യത്തിൽ അവരങ്ങ് പറഞ്ഞുവിടുന്നതാണ്. അത് നമ്മുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അതേപോലെയാണ് ഈ നസീറിനെ പോലെയുള്ള ആൾക്കാരും. ഇവർക്ക് ഇവരുടെ വീട്ടിൽ കിടക്കുന്ന ഉമ്മാനെയോ പെങ്ങളെയോ അല്ലെ ഭാര്യനെയോ പഠിപ്പിച്ചാൽ മതി, എന്നെ പഠിപ്പിക്കാൻ ഇവരെന്തിനാ വരുന്നത്? ഏതായാലും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നത്. ഇനി ഇതേപോലെ നസീറിനെ പോലെയുള്ള ആൾക്കാർ അടവുമായിട്ട് വരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ അടവ് മടക്കിയിട്ട് പോക്കറ്റിലിടുന്നതായിരിക്കും നല്ലത് എന്നും കൂടി പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ജസ്ന സലീം.